സോ ഫെലിൻ്റെ പുസ്തകങ്ങളും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് ഇവിടെ പറയും. താങ്ക് യു. എക്സാൻവൈ ലേണിംഗിലെ അടുത്ത അക്കാഡമിക് ഇയറിലേക്ക് 2025-26 ഫൗണ്ടേഷൻ ബാച്ചിലേക്കുള്ള ഫെലിൻ്റെ വീട്ടിലാണ് ഞങ്ങളുള്ളത്. 7th ക്ലാസ്സിലാണ് ഫെലിൻ അഡ്മിഷൻ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ കറന്റ് 6th അടുത്ത മാർച്ച് ഏപ്രിലോട് കൂടിയിട്ടാണ് നമ്മുടെ അടുത്ത അക്കാഡമിക് ഇയറിലെ ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഫെലിൻ്റെ വീട്ടിലാണ് ഞങ്ങളുള്ളത്. ആക്ച്വലി അവൾക്ക് പുസ്തകങ്ങളും വെൽക്കം കിറ്റുകളൊക്കെ ആയിട്ട് ഞങ്ങൾ ടീമായിട്ട് വന്നതായിരുന്നു. സോ വെൽക്കം ടു എക്സാൻവൈ ലേണിംഗ് ഫെലിൻ. താങ്ക് യു. എന്താണ് എക്സാൻവൈ ലേണിംഗിൽ ജോയിൻ ചെയ്തൊരു മൊമെന്റിൽ എക്സൈറ്റഡ് ആണോ? എങ്ങനെയാണ് എക്സാൻവൈ ലേണിംഗിനെ കുറിച്ച് അറിഞ്ഞത്? യൂട്യൂബിലത്തെ വീഡിയോസ് ക്ലാസ്സുകളൊക്കെ കാണാറുണ്ട്. ഓക്കെ. എവിടെയാണ് പഠിക്കുന്നത്? ഏത് സ്കൂളിലാണ്? സഫിയർ സെൻട്രൽ സ്കൂളിലാണ്. സഫിയർ സെൻട്രൽ സ്കൂളിലാണ്. അപ്പോൾ 4ാം ക്ലാസ് വരെ ICSE ബാച്ചിലായിരുന്നു സിലബസ് ആണ് ഫെലിൻ പഠിച്ചിരുന്നത് എന്ന് പറഞ്ഞു. ഇപ്പോൾ കറന്റ് CBSE ബാച്ചിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എക്സാൻവൈ ലേണിംഗിൽ ICSE, CBSE, IGCSE, സ്റ്റേറ്റ് സിലബസ് എല്ലാ ബാച്ചുകളിലെ കുട്ടികളും പഠിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും സെപ്പറേറ്റ് ബാച്ചുകളായിട്ടാണ് നമ്മുടെ കോഴ്സുകളെല്ലാം റൺ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കരിക്കുലമൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ പറ്റും. ഫെലിന് ഞാൻ കഴിഞ്ഞ മെൻഡി ക്വിസിൽ എങ്ങാനും കണ്ടിരുന്നു തോന്നുന്നു. മെൻഡി ക്വിസിലൊക്കെ പങ്കെടുക്കാറുണ്ടോ? രസമാണ്. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട്? യെസ്. ഓക്കെ. അപ്പൊ എന്താണ് ഫെലിന്റെ ഒരു ഫ്യൂച്ചർ ആഗ്രഹം, ഒരു അംബീഷൻ എന്ന് ചോദിക്കുകയാണെങ്കിൽ? ഡോക്ടർ ആവണം എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ ചെറിയ പ്രായത്തിൽ തന്നെ 6ാം ക്ലാസ്സിൽ എത്തിയിട്ടുള്ളൂ, ഇപ്പൊ തന്നെ ഒരു ഡോക്ടർ ആവണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഫെലിനുള്ളത്. ആക്ച്വലി നമ്മുടെ എക്സാൻവൈ ലേണിംഗിലെ ഫാക്കൽറ്റീസ് ആണെങ്കിലും ഡോക്ടേഴ്സും IITs ഒക്കെയാണ് ലീഡ് ചെയ്യുന്നത്. അവരാണ് നേരിട്ട് ക്ലാസ് എടുക്കാൻ വരുന്നത്. അപ്പോൾ അതും ഫെലിൻ്റെ ഒരു ഡോക്ടർ ഡ്രീമിൽ എത്താൻ അത് ഹെൽപ്ഫുൾ ആകും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഓക്കെ. അപ്പോൾ ഇനി എന്തൊക്കെയാണ് അടുത്ത സ്റ്റെപ്പായിട്ട്? ഇപ്പോൾ 6ാം ക്ലാസ്സിൽ എത്തിയിട്ടുള്ളൂ, 7ാം ക്ലാസ്സിൽ ആണ് നമ്മുടെ ഫൗണ്ടേഷൻ സ്റ്റാർട്ട് ചെയ്യുക. വെക്കേഷൻ മുതൽ ക്ലാസ്സുകൾ തുടങ്ങും. യെസ്. അപ്പോൾ മാത്സിലും സയൻസിലും ഒക്കെ ആൾ ഉഷാറാണോ? കുഴപ്പമില്ല എന്നുള്ളത് ഉഷാറല്ലേ? ഉഷാറാണ്. സോ കോമ്പറ്റീറ്റീവ് എക്സാംസ് തന്നെയാണ് ഫെലിൻ്റെ ഒരു ആഗ്രഹം അല്ലേ? വേറെ എന്തെങ്കിലും നമ്മുടെ ടീമിനോട് പറയാനുണ്ടോ? അടുത്ത വർഷത്തെ ഫൗണ്ടേഷനിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് ഒരുപാട് കുട്ടികൾ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. അവരോട് എന്തെങ്കിലും ഫെലിന് പ്രത്യേകമായിട്ട് പറയാൻ എന്തെങ്കിലും ഉണ്ടോ? എന്തായാലും ജോയിൻ ചെയ്യുക, അടിപൊളിയായിട്ട് പഠിക്കുക. ഫെലിൻ ട്യൂഷൻ ക്ലാസ്സിന് എന്തെങ്കിലും പോകാറുണ്ടോ? ഇല്ല, ഫെലിൻ ഇതുവരെ ട്യൂഷൻ ക്ലാസ്സിനൊന്നും പോയിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് എക്സാമിൽ ജോയിൻ ചെയ്യുന്നത്. എന്താണ് ട്യൂഷൻ ക്ലാസ്സിന് പകരം ഒരു ഫൗണ്ടേഷൻ കോഴ്സ് സെലക്ട് ചെയ്യാൻ കാരണം? ട്യൂഷൻ ക്ലാസ് എനിക്ക് തോന്നി കുറച്ചും കൂടി അത് സിലബസ് മാത്രം ഫോക്കസ് ചെയ്ത് ചെയ്യുന്നതാണ്. ഇതാകുമ്പോൾ കോമ്പറ്റീറ്റീവ് എക്സാംസ് ഔട്ട് ഓഫ് സിലബസ് ചെയ്യും. അപ്പം അതുകൊണ്ട് എക്സാൻവൈ ചൂസ് ചെയ്തതാണ്. ഒരു ഓൺലൈൻ ലേണിംഗ് ക്ലാസ്സിന് എന്തെങ്കിലും നെഗറ്റീവ് സൈഡ് കാണുന്നുണ്ട്? അപ്പോൾ പല രക്ഷിതാക്കളും സംസാരിക്കുമ്പോൾ ഓൺലൈൻ ക്ലാസ് അല്ലേ, കുട്ടികൾ പഠിക്കില്ല, അവരതിൽ ഓൺലൈൻ ക്ലാസ്. എനിക്ക് ഓൺലൈൻ ക്ലാസ് വലിയ താല്പര്യമില്ലായിരുന്നു. പിന്നെ എൻ്റെ കസിന് ഇവിടെ എക്സാൻവൈയിൽ മെൻറ്ററാണ്. അപ്പോൾ അവൾ പറഞ്ഞു ഇങ്ങനെ ഓരോ സ്റ്റുഡൻസിന് ഓരോ മെൻറ്റേഴ്സ് ഉണ്ട്, അപ്പോൾ അവർ നല്ലോണം ശ്രദ്ധിക്കും കുട്ടികളെ, അതുകൊണ്ട് ഓൺലൈൻ ക്ലാസ് ആണെന്നുള്ള ടെൻഷനൊന്നും വേണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് പിന്നെ ഞാൻ അജ്മൽ സാറിൻ്റെ ക്ലാസ്സസ് യൂട്യൂബിൽ കണ്ടിട്ടാണ് എക്സാൻവൈ അറിഞ്ഞത്. അപ്പം അങ്ങനെ ഇൻട്രസ്റ്റഡ് ആയിട്ട് ചേർത്തിയതാണ്. ഓക്കെ. അപ്പോൾ 4ാം ക്ലാസ് വരെ ICSE-യിലായിരുന്നു എന്ന് പറഞ്ഞു, ഇപ്പൊ CBSE-യിലാണ്. അപ്പൊ നമ്മുടെ അവിടെ സെപ്പറേറ്റ് ബാച്ചുകളായിട്ട് തന്നെയാണ് റൺ ചെയ്യുന്നത്. അപ്പൊ അതും കുട്ടികൾക്ക് അവരുടെ ആ ഒരു കരിക്കുലം തന്നെ ഫോളോ ചെയ്ത് പോകാനും കുറച്ച് എളുപ്പമായിരിക്കും. നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ അക്കാഡമിക്സ് മാത്രമല്ല ഫോക്കസ് ചെയ്യുന്നത്, കുട്ടികൾക്ക് ഏത് കരിയർ ഫീൽഡിലേക്ക് പോകാനും അവർക്ക് പറ്റുന്ന രൂപത്തിലുള്ള ഒരു ഗൈഡൻസ് കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് എക്സാൻവൈ ചൂസ് ചെയ്യാൻ കാരണം. ഓക്കെ. സോ ഈ വർഷം 2500 കുട്ടികളാണ് നമ്മുടെ ഫൗണ്ടേഷൻ ബാച്ചിലുള്ളത്. അടുത്ത വർഷത്തേക്ക് ഒരുപാട് കുട്ടികൾ ഫൗണ്ടേഷനിൽ ജോയിൻ ചെയ്യാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. ഫെലിൻ്റെ കൂടെ ഒക്കെ നിങ്ങൾക്കും പഠിക്കാനുള്ള അവസരം ഉണ്ടാവും. IITians, NITians ആൻഡ് ഡോക്ടേഴ്സ് ലീഡ് ചെയ്യുന്ന ഈ ഒരു ഫൗണ്ടേഷൻ പ്രോഗ്രാമിലേക്ക് നിങ്ങൾ ഇനിയും ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. പ്രത്യേകമായിട്ടുള്ള സ്കോളർഷിപ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഫെലിനെ പോലെ മിടുക്കരായിട്ടുള്ള ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും ഒക്കെ ആവണം, അല്ലെങ്കിൽ മറ്റേത് കരിയർ ഫീൽഡിലേക്ക് പോകണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിലും നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കണമെങ്കിലൊക്കെ നിങ്ങളിപ്പോൾ തന്നെ നമ്മുടെ ഫൗണ്ടേഷൻ സെറ്റ് ചെയ്യുക. ഫൗണ്ടേഷൻ കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. സോ ഫെലിൻ്റെ പുസ്തകങ്ങളും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് ഞങ്ങൾ ഇവിടെ പറയും. താങ്ക് യു.